സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫോർത്ത് മൊഡ്യൂളിനെ പറ്റിയാണ്. അപ്പോൾ ഫോർത്ത് മൊഡ്യൂളിൽ ഫ്ലോ മെഷർമെൻറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫ്ലോ മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 2 ടൈപ്സ് ഓഫ് ഫ്ലോ ആണ് വരാൻ സാധ്യതയുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ലാമിനാർ ഫ്ലോയും സെക്കൻഡ് വൺ ടർബുലൻറ്റ് ഫ്ലോയും ആണ്. So whenever a fluid is flowing through a closed channel such as a pipe, then there will be 2 types of flow, and one is laminar flow and the other is turbulent flow. So laminar flow എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫിഗർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. The flow of a fluid where each particle of fluid follows a smooth path. ഒരു സ്മൂത്ത് പാത്ത് ആയിരിക്കും ലാമിനാർ ഫ്ലോയിൽ അതിൻ്റെ ഓരോ പാർട്ടിക്കിളും ഫോളോ ചെയ്യുന്ന ആ ഒരു പാത്ത്. ഇനി ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറഗുലർ ആയിരിക്കും ഫ്ലോ എന്ന് പറയുന്നത്. ഒരു ടൈനി വേൾപൂളായിട്ടൊക്കെ ഇത് ഡയറക്റ്റ് ചെയ്ത് പോകും. സോ ഇത് രണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലാമിനാർ ഫ്ലോയിലെന്ന് പറയുന്നത് ആ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഏത് പോയിൻ്റ് എടുത്താലും ആ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ ടർബുലൻറ്റ് ഫ്ലോയിലാണെങ്കിൽ എന്തായിരിക്കും? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇതാണ് ലാമിനാർ ഫ്ലോയും ടർബുലൻറ്റ് ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതൊരു 3 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 ടേംസ് യൂസ് ചെയ്യാറുണ്ട്, ടേൺ ഡൗൺ റേഷ്യോ, റേഞ്ചബിലിറ്റി. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. പിന്നെ യൂണിറ്റ്സ് യൂസ് ചെയ്യുന്ന ഏതൊക്കെയായിരിക്കും? മീറ്റർ ക്യൂബ് പെർ ഹവർ, ലിറ്റർ പെർ സെക്കൻഡ്, ലിറ്റർ പെർ മിനിറ്റ്, ഗാലൻസ് പെർ ഹവർ, ഗാലൻസ് പെർ മിനിറ്റ്. മാസ് ഫ്ലോ റേറ്റിനാണെങ്കിൽ കൂടുതലും യൂസ് ചെയ്യുന്നത് കിലോഗ്രാം പെർ ഹവർ ആണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലോ മീറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഫ്ലോ മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്ന ടെക്നിക്സിനെ നമ്മൾ ബ്രോഡ്ലി 8 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെ ടൈപ്സ് ആണുള്ളത്? ഹെഡ് ടൈപ്സ്, ഏരിയ ടൈപ്സ്, മാസ് ഫ്ലോ മീറ്റേഴ്സ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്സ്, ഇലക്ട്രിക്കൽ ടൈപ്സ്, ഡിജിറ്റൽ ടൈപ്സ്, ഓപ്പൺ ചാനൽ ടൈപ്സ്, സോളിഡ് മെറ്റീരിയൽ ഫ്ലോ മീറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ 8 രീതിയിലാണ് നമ്മൾ ഫ്ലോ മീറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലാസിഫിക്കേഷൻ ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പല ടൈപ്സ് ചെയ്തിട്ട് അതിനെ ഓരോന്നിനും ഓരോ എക്സാമ്പിൾ വീതവും നിങ്ങൾക്ക് എഴുതാം. അതാണ് എക്സാമ്പിൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഓരോ ടൈപ്സിനെ പറ്റി നമ്മൾ ഇനി വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 2 മൊഡ്യൂൾ, ഈ മൊഡ്യൂളും അടുത്ത മൊഡ്യൂളും ഫ്ലോ മെഷർമെൻറ്റിനെ പറ്റി തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മിക്ക ടൈപ്സും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൻ്റെ തന്നെ ഒരു എക്സ്പാൻഡഡ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ ഒരു എക്സ്പ്ലനേഷൻ കാണിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പിറ്ററ്റ് ട്യൂബ്സ് ആണ്. അപ്പോൾ എന്താണ് പിറ്ററ്റ് ട്യൂബ്സ്? അപ്പോൾ ഇതാരാണ് കണ്ടുപിടിച്ചത്? അപ്പോൾ ഹെൻറി ഡി പിറ്ററ്റ് ആണ് 1732 ഈ ഡിവൈസ് ഇൻവെൻറ്റ് ചെയ്തത്. സോ പിറ്ററ്റ് ട്യൂബ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്ലോ മെഷർമെൻറ്റ് ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ഫ്ലോ വെലോസിറ്റി. ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലോ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പിറ്ററ്റ് ട്യൂബ്. അപ്പോൾ ഈ പിറ്ററ്റ് ട്യൂബ് വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് എയർക്രാഫ്റ്റിൻ്റെയൊക്കെ എയർ സ്പീഡ് കണ്ടുപിടിക്കാനോ, അല്ലെങ്കിൽ ബോട്ടിൻ്റെ വാട്ടർ സ്പീഡ് കണ്ടുപിടിക്കാനോ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ ഗ്യാസിൻ്റെയോ ലിക്വിഡിൻ്റെയോ ഒക്കെ ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബേസിക്കലി ബെർണൗളീസ് തിയറം വെച്ചാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, whenever a solid body is held centrally and stationary in a pipeline with a fluid streaming down, due to the presence of the body, the fluid while approaching the object starts losing its velocity till directly in front of the body where the velocity is 0. This point is known as stagnation point. അപ്പോൾ എന്താണ് പറയുന്നത്? അപ്പോൾ ഒരു പൈപ്പ് ലൈനിൽ ഒരു സോളിഡ് ബോഡി നമ്മൾ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു പൈപ്പ് ലൈനിൽ ഫ്ലോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലോ പോകുമ്പോൾ ഈ ബോഡിയുടെ പ്രസൻസ് കൊണ്ട് ഈ ഫ്ലൂയിഡ് ഒബ്ജക്റ്റിൻ്റെ അടുത്തോട്ട് വരുംതോറും ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ചെയ്ത് ആ ഒബ്ജക്റ്റിന് കറക്റ്റ് പൊസിഷനിലെത്തുമ്പോൾ അതിനെ കറക്റ്റായിട്ട്
അതായത് അതിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും, വെലോസിറ്റി 0 ആയി മാറും. ആ പോയിൻ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാഗ്നേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിൻ്റിൽ ഈ ഫ്ലൂയിഡിൻ്റെ കൈനറ്റിക് ഹെഡ് എന്ന് പറയുന്നത് ലോസ് ആവും. കൈനറ്റിക് ഹെഡ് മാറിയിട്ട് അതിനൊരു സ്റ്റാറ്റിക് ഹെഡ് ഗെയിൻ ചെയ്യും. അപ്പോൾ അതാണ് സ്റ്റാഗ്നേഷൻ പോയിൻ്റിൽ സംഭവിക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് സ്റ്റാഗ്നേഷൻ പോയിൻ്റ്. അപ്പോൾ by measuring the difference of pressure between that at normal flow line and that at stagnation point, the velocity is found out. വെലോസിറ്റി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്ക് ഈ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്താണ് എന്ത് ചെയ്യുന്നത്, വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ പ്രഷർ ഡിഫറൻസ് ആണ്, നോർമലായിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉള്ള പ്രഷറും സ്റ്റാഗ്നേഷൻ പോയിൻറ്റിലുള്ള പ്രഷറിൻ്റെയും ഡിഫറൻസിലൂടെയാണ് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. ഒരു പിറ്ററ്റ് ട്യൂബിൻ്റെ സിംപ്ലസ്റ്റ് ഡിസൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് കമ്പൈൻഡ് പിറ്ററ്റ് ട്യൂബാണ്. അപ്പോൾ ഇതിൽ ട്യൂബിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 3 to 6 mm ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് പോയിൻറ്റിങ് ടുവേഴ്സ് ദ അപ്രോച്ചിങ് ഫ്ലൂയിഡ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതെങ്ങോട്ട് പോയിൻ്റ് ചെയ്യുന്നത്, ഫ്ലൂയിഡ് വരുന്ന ആ ഒരു ഡയറക്ഷനിലാണ് ഈ ഒരു ട്യൂബ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ആ പോയിൻ്റ് ചെയ്തിരിക്കുന്ന ആ പൊസിഷനിൽ നമുക്ക് എന്ത് കിട്ടും, സ്റ്റാഗ്നേഷൻ പ്രഷർ കിട്ടും. ഇതെന്ന് പറയുന്നത് ഒരു കമ്പൈൻഡ് പിറ്ററ്റ് ട്യൂബാണെന്ന് പറഞ്ഞ്, അതായത് നമുക്ക് സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യാനും രണ്ടിനും ഉള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അസംബ്ലി ഓഫ് 2 കോൺസെൻട്രിക് ട്യൂബ്സ് ആയിരിക്കും. ഇന്നർ ട്യൂബ് എന്ന് പറയുന്നത് ഒരു ഇമ്പാക്റ്റ് ഓപ്പണിംഗ് കാണും. ഔട്ടർ ട്യൂബിലാണ് നമ്മൾ സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യുന്നത്. അതിന് 2-3 ഹോൾസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബെർണൗളിസ് തിയറം വെച്ചാണ് ഇതിൻ്റെ ഫ്ലോ വെലോസിറ്റിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബെർണൗളിസ് ഇക്വേഷൻ വെച്ച് നമുക്ക് എഴുതാം ടോട്ടൽ പ്രഷർ എന്നാണ് ആ മുകളിലോട്ട് കാണിച്ചേക്കുന്നത് സ്റ്റാഗ്നേഷൻ പ്രഷർ. അപ്പോൾ ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സമ്മായിട്ട് എഴുതാം, നമുക്ക് സ്റ്റാറ്റിക് പ്രഷറിൻ്റെയും ഡൈനാമിക് പ്രഷറിൻ്റെയും സമ്മായിട്ട് എഴുതാം. അപ്പോൾ അത് നമ്മളൊരു ഇക്വേഷൻ വൈസ് എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാം PI = PF + ½ ρVF². അപ്പോൾ ഈ റോ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഫ്ലൂയിഡ് ഫ്ലോ ക്യാൻ ബി മെഷേർഡ് ബൈ നേരത്തെ പറഞ്ഞ കണക്ക് ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് സ്റ്റാഗ്നേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് VF-ൻ്റെ ഇക്വേഷൻ എന്ന് എഴുതിയാൽ എങ്ങനെ കിട്ടും, VF എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും, √2 × PI - PF/ρ ഇല്ലേ. അതായത് PI - PF എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ഡിഫറൻസ് ഓഫ് സ്റ്റാഗ്നൻറ്റ് പ്രഷർ ആൻഡ് ദ അൺഒബ്സ്ട്രക്റ്റഡ് ഫ്ലൂയിഡ് പ്രഷർ. അതായത് സ്റ്റാറ്റിക്കിൻ്റെയും സ്റ്റാഗ്നൻറ്റിൻ്റെയും ഡിഫറൻസ് തന്നെയാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കറിയാം P/ρ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, G/Hന് ഈക്വലാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമുക്ക് എന്തെന്ന് എഴുതാം, VF = √2GH എന്ന് എഴുതാം, സിംപ്ലിഫൈ ചെയ്യാം. ഇനി ഒരു വെലോസിറ്റി കോഷ്യൻറ്റും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ മോഡിഫൈ ചെയ്ത് VF = ആ വെലോസിറ്റി കോഷ്യൻറ്റ് √2GH എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ പിറ്ററ്റ് ട്യൂബ് വേണമെങ്കിൽ ഒരു മാനോമീറ്ററും കൂടെ ആയിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്യാം. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഒരു പിറ്ററ്റ് ട്യൂബ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാൻ പിറ്ററ്റ് ട്യൂബിൽ നിന്ന് തന്നെ എടുക്കാതെ വേറൊരു പൊസിഷനിൽ നിന്ന് സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യുന്നു. അത് നമ്മളൊരു മാനോമീറ്ററുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കേസിൽ വരുമ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെയായി മാറും, CV × √2GH × ρm - ρf/ρ എന്ന് ഇക്വേഷൻ ചേഞ്ച് ആവും. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, സിമ്പിൾ ഡിവൈസാണ്, ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, ലോ കോസ്റ്റ്, ലോ ലോസ്, ക്ലോസ്ഡ് പൈപ്പിലും ഓപ്പൺ ചാനൽസിലും ഒക്കെ നമുക്കിതിൻ്റെ വെലോസിറ്റി മെഷർ ചെയ്യാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ ആക്യുറസി, ലോ റേഞ്ചബിലിറ്റി, പിന്നെ ക്ലീൻ ആയിട്ടുള്ള ലിക്വിഡോ ഗ്യാസിനൊക്കെ ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വരുള്ളൂ. ഇതാണ് മെയിൻലി പിറ്ററ്റ് ട്യൂബും പിറ്ററ്റ് ട്യൂബിൻ്റെ ഓപ്പറേഷനും. ഈ പിറ്ററ്റ് ട്യൂബിൽ എങ്ങനെയാണ് ഡൈനാമിക് പ്രഷർ വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഈ സ്റ്റാഗ്നേഷൻ പോയിൻ്റ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും, ഫ്ലൂയിഡിൻ്റെ കൈനറ്റിക് എനർജി ലോസ്റ്റായി വെലോസിറ്റി എന്താവും, 0 ആവും.
കൈനറ്റിക് എനർജി മാറി ഒരു പൊട്ടൻഷ്യൽ ഹെഡ് അതിന് വരും. അങ്ങനെയാണ് ആ ഒരു ഡൈനാമിക് പ്രഷറും കൂടെ വരുന്നത്. സ്റ്റാറ്റിക് പ്ലസ് ഡൈനാമിക് പ്രഷർ വരുന്നത്. കുറച്ചുകൂടെ ഹൈറ്റിലോട്ട് ഫ്ലൂയിഡ് മുകളിലോട്ട് പോകും. അതായത് ഒരു പൊട്ടൻഷ്യൽ ഹെഡ് ആഡ് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ സ്റ്റാറ്റിക് പ്ലസ് ഡൈനാമിക് എന്ന് വരുന്നത്. ക്ലിയർ ആണല്ലോ പിറ്ററ്റ് ട്യൂബ്സിനെ പറ്റി?